അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫതഹ്. സൂറത്തുൽ ഫതഹ് ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും മഹത്വങ്ങളെക്കുറിച്ചും കിതാബുകളിൽ പറയുന്നുണ്ട്. റജബ് മാസം തീരുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഈ പറയുന്ന രീതിയിൽ ഓതിയാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും ലഭിക്കും. അല്ലാഹു സുബ്ഹാന തആലയുടെ മാസമാണല്ലോ റജബ് മാസം. ഈ റജബ് മാസത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം റബ്ബിനോട് ചോദിച്ച് മേടിക്കാൻ പറ്റിയ മാസമാണ്. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം നൽകുന്ന മാസമാണ്. ഹലാലായ ആഗ്രഹങ്ങളെല്ലാം ഈ സൂറത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും വേദനകളും ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കാം. ഈ സൂറത്ത് ഓതുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉറപ്പായിട്ടും നടക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി വേണം ഓതാൻ. നല്ല ഇഖ്ലാസോടെയും നല്ല നിയ്യത്തോടുകൂടിയും നല്ല ആത്മാർത്ഥതയോടുകൂടി വേണം ഓതാൻ. അങ്ങനെ ഓതിയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബ് നിറവേറ്റിത്തരുന്നതാണ്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇവരെല്ലാം ഈ രീതിയിൽ ഈ സൂറത്ത് ഓതിയാൽ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസവും അല്ലാഹു മാറ്റിത്തരുന്നതാണ്. ഈ സൂറത്തുൽ ഫതഹ് ഓതേണ്ട എണ്ണം 41 പ്രാവശ്യമാണ്. 41 പ്രാവശ്യം നിങ്ങൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഓതി തീർക്കണമെന്നില്ല. ഒരു ദിവസം നിങ്ങൾ എത്ര എണ്ണമാണോ അതിൻ്റെ കണക്ക് എഴുതി വെക്കുക. 41 എണ്ണം ഓതി തീരുന്നതിന് ശേഷം യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ് 486 പ്രാവശ്യം ഓതുക. ഈ രീതിയിലാണ് ഫതഹ് എന്ന സൂറത്ത് ഓതേണ്ടത്. എന്നിട്ട് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയുക. നമുക്ക് ദുനിയാവിൽ വിജയിക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹം വേണം. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണമെങ്കിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. ഖുർആൻ ഓതിയിട്ടും ദിക്ർ ഓതിയിട്ടും സ്വലാത്ത് ഓതിയിട്ടും റബ്ബിനോട് ദുആ ചെയ്യുക. നിങ്ങൾ ജീവിതത്തിൽ എന്ത് കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. അല്ലാഹു നമ്മളെ കൈവിടില്ല ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.